കൂട്ടക്കൊല ആരോപണം ഉയർന്ന കർണാടകയിലെ ധർമ്മസ്ഥലയിൽ പരിശോധനയ്ക്കിടെ അസ്ഥികൂട ഭാഗം കണ്ടെത്തി. ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 6ാമത്തെ പോയിന്റിൽ നിന്ന് അസ്ഥിയുടെ ഭാഗം കണ്ടെത്തിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന തുടങ്ങി 3ാം ദിവസമാണ് നിർണായകമായ കണ്ടെത്തൽ. നമസ്കാരം, കൊച്ചിക്കാരന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ കമൻറ്റ് ബോക്സ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ റീച്ച് ആവാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ നമ്മുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ധർമ്മസ്ഥല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ്? ഏകദേശം 400ഓളം പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഇടം. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ധർമ്മസ്ഥല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നുകൊണ്ടിരുന്നത് എന്താണ്? മഞ്ജുനാഥ് ടെമ്പിൾ, അതിഭക്തിസാന്ദ്രമായ മഞ്ജുനാഥ് ടെമ്പിൾ. ഇന്ന് കഥയൊക്കെ മാറി. ഞാൻ പറഞ്ഞില്ലേ, അതിക്രൂരമായി കൊന്ന 400 പേരെ കൊന്ന ഒരിടം. ഇപ്പോൾ അതാണ് ധർമ്മസ്ഥല. ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. സ്പോട്ട് 1-ൽ നിന്നും ബ്ലൗസ്, ATM കാർഡ്, പാൻ കാർഡ് മുതലായവ കണ്ടെത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ നമ്മുടെ പേജിൽ കിടപ്പുണ്ട്, ആവശ്യമുള്ളവർ കയറി കാണുക. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറയണ്ടേ, എന്തെങ്കിലും അപ്ഡേറ്റ്സുകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാമെന്ന്. ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, സ്പോട്ട് 6-ൽ നിന്നും 15ഓളം അസ്ഥികളാണ് കണ്ടെത്തിയിട്ടുള്ളത്. രാവിലെ അസ്ഥികളോ കാര്യങ്ങളോ ഒന്നും കണ്ടെത്താനായിട്ടുണ്ടായിരുന്നില്ല. അതായത് സ്പോട്ട് 1-ൽ നിന്നും അത്തരത്തിലൊന്നും കണ്ടെത്തിയിരുന്നില്ല. എന്നാൽ സ്പോട്ടിൽ 6-ൽ വെച്ച് കണ്ടെത്തിയത് ഏകദേശം 15ഓളം അസ്ഥികളാണ്. ഇത് ഒരാളുടേതാണോ എന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും പറയാൻ സാധിക്കത്തില്ല. ഇനി ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇത് ഒരാളുടേതാണോ അതോ പല വ്യക്തികളുടേതാണോ എന്നുള്ളത് വ്യക്തമാവത്തുള്ളൂ. മാത്രമല്ല, ഈ മരണപ്പെട്ടത് ആര് എന്ന് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെടും. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഈ അടുത്തൊന്നുമല്ല, വർഷങ്ങളായി. ഏകദേശം 2000 കാലഘട്ടത്തിലാണ് ഈ മരണങ്ങളൊക്കെ, ഈ കൊലപാതകങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീം കുറച്ച് വിയർക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആര് മരിച്ചു, എന്തിനു കൊന്നു, ആര് കൊന്നു, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിക്കാൻ കുറച്ച് കഷ്ടപ്പെടും. എന്നാൽ ഈ പറഞ്ഞ ശുചീകരണ തൊഴിലാളി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സത്യമാണെന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. കാരണം 15ഓളം അസ്ഥികൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എങ്ങനെ, ആര്, എന്തിന്, ഇതിനുള്ള ഉത്തരങ്ങൾ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം മരണപ്പെട്ടവരുടെ അല്ലെങ്കിൽ മിസ്സായവരുടെ ഡീറ്റെയിൽസ് ഒന്നും ശേഖരിച്ചിട്ടുണ്ടാവില്ല പോലീസുകാർ. കാരണം വേറെ ഒന്നുമല്ല, ഇതിന് പിന്നിൽ നിന്നിട്ടുള്ളത് വലിയൊരു മാഫിയ തന്നെയാണ്. ഒരാളെ കൊണ്ടോ 2 പേരെ കൊണ്ടോ എന്ത് വന്നാലും ഈ 400 പേരെയൊക്കെ അതിക്രൂരമായി കൊലപ്പെടുത്താൻ സാധിക്കത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വലിയൊരു മാഫിയ തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട്. സമൂഹത്തിൽ മാന്യനായിട്ടുള്ള മുഖം മൂടി ധരിച്ചിട്ടുള്ള ചെന്നായ്ക്കൾ, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. സമൂഹത്തിൻ്റെ മുന്നിൽ മാന്യത നടിച്ച് നടക്കുന്ന ചെന്നായ്ക്കൾ. ഈ ചെന്നായ്ക്കളുടെ മുഖം മൂടി വലിച്ചു കയറണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ്. ഇവർക്കെതിരെയുള്ള തെളിവുകളൊക്കെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം ഈ 2000 കാലഘട്ടത്തിലൊക്കെ നടന്നിട്ടുള്ള ഈ ഒരു മരണം ഇപ്പോൾ 25 വർഷത്തോളമായി. എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റേഷനിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, കണ്ടെത്താൻ കുറച്ച് എളുപ്പമായിരിക്കും. എന്നാൽ സ്റ്റേഷനുകളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറവായിരുന്നു. റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ മരണപ്പെട്ടവരിൽ കുട്ടികൾ, വീട്ടമ്മമാർ, ഭിക്ഷാടനം നടത്തുന്നവർ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെപ്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു കൊലപാതകങ്ങളുടെ ഡെപ്ത്. ഇതെന്തിനു വേണ്ടി കൊന്നു, ആര് കൊന്നു, എന്തിനു കൊന്നു? ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ മരണങ്ങൾക്കൊക്കെ പിന്നിൽ എന്തായിരിക്കുമെന്നാണ് നിങ്ങളുടെ ഒരു നിഗമനം? അതെന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ബലി കൊടുക്കലാണോ, അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലൈംഗിക വൈകൃതം മൂലം റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുന്നതാണോ? ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടാം. ഏകദേശം 400 പേരെ എന്നൊക്കെ പറയുമ്പോൾ അതിന് നമുക്ക് ഉത്തരം ലഭിച്ചേ പറ്റൂ. ഇപ്പോൾ ഈ ഒരു SIT, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു കൊലപാതക പരമ്പര പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അവിടെയുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ തുടർച്ചയായുള്ള പ്രഷർ മൂലമാണ്
ഇപ്പോൾ SIT എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതും ഈ ഒരു അന്വേഷണം ഏറ്റെടുത്തിട്ടുള്ളതും. അവിടുത്തെ ലോക്കൽ പോലീസിന് തീരെ വിശ്വാസമില്ല ആർക്ക്? ഈ ആക്ഷൻ കമ്മിറ്റികൾക്ക്. കാരണം ലോക്കൽ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും ഈ പറയുന്ന മാഫിയകളുടെ പോക്കറ്റിലായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ആക്ഷൻ കമ്മിറ്റികൾക്ക് ഈ പറയുന്ന ലോക്കൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കപ്പെട്ടതും ഈ കേസ് SIT ഏറ്റെടുക്കുന്നതും. അപ്പോൾ SITയിലുള്ളൊരു വിശ്വാസം മരണപ്പെട്ടവരുടെ അല്ലെങ്കിൽ മിസ്സായവരുടെ കുടുംബത്തിന് ഒരു ആശ്വാസമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല ഈ കേസിന് വേണ്ടിയിട്ട് സഹകരിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. പല പല ആക്ഷൻ കമ്മിറ്റികളൊക്കെ എത്തിയിട്ടുണ്ട്. കാരണം മിസ്സായവർ ഇപ്പോൾ ഈ പറയുന്നത് പോലെ എന്താ പറയുക, മംഗളൂർ പഠിക്കുന്ന, ഈ ഉടുപ്പിയിൽ പഠിക്കുന്ന പെൺകുട്ടികൾ വരെ മിസ്സായിട്ടുണ്ട്. അതൊക്കെ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിച്ചേരുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് ചില ആളുകളോട് ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണെന്നറിയോ? പെൺകുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റാത്ത ഒരിടമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇത്രയും നാള് ഈ ഒരു അമ്പലത്തിൻ്റെ മറവിൽ ഇത്രയും നാള് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ ലജ്ജ തോന്നും. ഇതൊന്നും ഒരിക്കലും ഒരു മതത്തെയോ ജാതിയോ ഒന്നിനും പ്രധാനമല്ല. ഇങ്ങനെയും ആളുകൾ ഭക്തിയുടെ മറവിൽ ഇത്രയും ക്രൂരതകൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ട്. ഞാനൊരു സിനിമ കാണാനിടേ ആ സിനിമയ്ക്കകത്തൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, തെറ്റ് ചെയ്തവർ ഒരിക്കലും ശിക്ഷിക്കപ്പെടാതെ പോകുന്നില്ല, ശിക്ഷയുടെ കാലാവധി നീണ്ടുപോകുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിനിമ ഞാൻ ഇന്നലെയാണ് കാണുന്നത്. ഒരു തമിഴ് ചിത്രമാണ്. ആ സിനിമ ഞാൻ ഇന്നലെയാണ് കാണുന്നത്. ആ ഡയലോഗ് ഈ ഒരു കാര്യത്തിന് വളരെ ആപ്റ്റാണെന്ന് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്ഡേറ്റുകൾ കൂടുതലായിട്ട് വരും. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ.